വിവാദ പരാമർശങ്ങൾ നടത്തി നിരന്തരം വാർത്തകളിൽ നിറയാറുണ്ട് യോഗ ഗുരു ബാബ രാംദേവ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പരാമർശങ്ങളുടെ പേരിൽ കോടതിയിൽ നിന്ന് സ്ഥിരം വിമർശനങ്ങളും കേൾക്കാറുണ്ട് ഇദ്ദേഹം. ഇത്തരത്തിൽ അടുത്തിടെ ഇദ്ദേഹം നടത്തിയ ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു സർബത്ത് ജിഹാദ് പരാമർശം. പതഞ്ജലിയുടെ ഒരു ജ്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് പുറത്തിറക്കിയ ഒരു പരസ്യമാണ് ഇത്തവണ വിനയായത്. ഹംദർദ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ റൂഹ് അഫ്സയെ ലക്ഷ്യം വെച്ചായിരുന്നു ആ വിദ്വേഷ പരാമർശം. ഹംദർദിന്റെ സർബത്ത് വാങ്ങിയാൽ ആ പണം പോവുക മസ്ജിദുകൾ പണിയാനാണെന്നും പതഞ്ജലിയുടെ സർബത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഗുരുകുലങ്ങൾ പണിയാനാണ് ചെലവാക്കുക എന്നുമാണ് പരസ്യ വീഡിയോയിൽ രാംദേവ് പറഞ്ഞത്. ലവ് ജിഹാദ് പോലെ ഇത് സർബത്ത് ജിഹാദ് ആണെന്നും ഇതിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ ഈ സന്ദേശം പ്രചരിപ്പിക്കണമെന്നും വീഡിയോയിൽ രാംദേവ് കൂട്ടിച്ചേർത്തിരുന്നു. തുടർന്ന് വീഡിയോയിലെ വിദ്വേഷ പരാമർശം ചൂണ്ടിക്കാട്ടി ഏപ്രിൽ 22-ന് ഹംദർദ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് ഹംദർദിന് വേണ്ടി ഹാജരായത്. അന്ന് രൂക്ഷ ഭാഷയിലാണ് രാംദേവിനെ ഹൈക്കോടതി വിമർശിച്ചത്. രാംദേവിന്റെ പരാമർശങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി എത്രയും പെട്ടെന്ന് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ടു. ഹംദർദിനെ എന്നല്ല മറ്റൊരു ബ്രാൻഡിനെ മികഴ്ത്തി പരസ്യങ്ങൾ നിർമ്മിക്കരുതെന്ന് താക്കീതും ചെയ്തു. വീഡിയോ പിൻവലിക്കാം എന്ന് അന്ന് രാംദേവ് സത്യവാങ്മൂലം നൽകിയെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോ പിന്നെയും പ്രചരിപ്പിക്കപ്പെട്ടതായി വ്യാഴാഴ്ച ഹംദർദ് വീണ്ടും കോടതിയെ അറിയിച്ചു. തുടർന്ന് ഹർജി പരിഗണിച്ച കോടതി രാംദേവിനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി. ഏപ്രിൽ 22-ന് പുറപ്പെടുവിച്ച കോടതി നിർദ്ദേശങ്ങളെ രാംദേവ് തീരെ വകവെച്ചില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സ്വന്തം ലോകത്ത് ജീവിക്കുന്ന രാംദേവിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല എന്നായിരുന്നു ജസ്റ്റിസ് അമിത് ബൻസാലിന്റെ പരാമർശം. രാംദേവിനെതിരെ കോടതി അലക്ഷ്യത്തിന് നോട്ടീസ് അയക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി രാംദേവിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അധിക്ഷേപകരമായ പരാമർശമടങ്ങിയ വീഡിയോ 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിലെ അതേ പരാമർശങ്ങൾ പുതിയ വീഡിയോയിലും രാംദേവ് ആവർത്തിക്കുന്നുണ്ടെന്നാണ് ഹംദർദിന്റെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഹംദർദിന് ഔറംഗസേബിലും പതഞ്ജലിക്ക് ശ്രീരാമനിലുമാണ് വിശ്വാസം എന്ന പരാമർശവും വീഡിയോയിലുണ്ടെന്ന് അവർ കോടതിയെ അറിയിച്ചു. പരസ്യങ്ങളിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കരുതെന്ന കോടതി ഉത്തരവ് രാംദേവ് പാടെ ലംഘിച്ചതായി ഹംദർദ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമൂഹത്തിൽ വർഗീയ വിഭജനമുണ്ടാക്കി പതഞ്ജലി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണെന്നാണ് ഹംദർദിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സന്ദീപ് സേഠി വാദിച്ചത്. പുതിയ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് വ്യൂസും 22,000-ഓളം കമന്റുകളും ഉണ്ടെന്നും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. സേഠിയുടെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. 2 വീഡിയോയിലും ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്താണ് രാംദേവ് സംസാരിക്കുന്നത്. 2ലും ഹംദർദിനെ പറ്റി പരാമർശവുമുണ്ട്. വിദ്വേഷ പരാമർശമടങ്ങിയ 2 വീഡിയോകളും സമൂഹത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും. നിങ്ങളൊരു പ്രത്യേക മതവിഭാഗത്തിനായി പ്രവർത്തിക്കുന്നു, അവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് വർഗീയ വിഭജനത്തിന് വഴിയൊരുക്കുകയുള്ളൂ. ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാനാവില്ല. എല്ലാത്തിനും ഉപരിയായി കോടതി ഉത്തരവിനെ രാംദേവ് തെല്ലും മുഖവില കേൾക്കുന്നില്ല എന്നത് തള്ളിക്കളയാനാകില്ല. സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകാതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനെന്നായിരുന്നു ഹംദർദിന് വേണ്ടി ഹാജരായ മുകുൾ റോത്തഗിയുടെ ചോദ്യം. പുതിയ വീഡിയോയിലും സർബത്ത് ജിഹാദ് എന്ന പരാമർശം രാംദേവ് ആവർത്തിക്കുന്നുണ്ടെന്നും ഇത് വിദ്വേഷ പ്രസംഗമായി മാത്രമേ കണക്ക് കൂട്ടാനാകൂ എന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് രാംദേവിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയത്. പുതിയ വീഡിയോയ്ക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ അതേ വിദ്വേഷ സ്വഭാവമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാംദേവിന് വേണ്ടി ഹാജരായ രാജീവ് നയ്യാരോട് കോടതി ഭാഷ കടുപ്പിക്കുകയും ചെയ്തു. ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആർക്കും അവകാശമില്ലെന്ന നയ്യാറുടെ വാദത്തെ രൂക്ഷമായാണ് കോടതി കൈകാര്യം ചെയ്തത്. ജസ്റ്റിസ് ബൻസാലിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. രാംദേവിന്റെ രാഷ്ട്രീയ ആദർശങ്ങളെക്കുറിച്ച് എനിക്കറിയേണ്ട. അദ്ദേഹത്തിനെതിരെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹർജിയാണ് എനിക്ക് പ്രധാനം. എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. റിമൂവ് ചെയ്യാൻ പറഞ്ഞ വീഡിയോയ്ക്കും പുതിയ വീഡിയോയ്ക്കും ഒരേ സ്വഭാവവും ഒരേ ഭാഷയുമാണ്. ഇപ്രകാരമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെങ്കിൽ അത് മനസ്സിൽ വെക്കുകയാകും നല്ലത്, പ്രകടിപ്പിക്കണമെന്നില്ല. എന്തായാലും കോടതി ഉത്തരവിന് പിന്നാലെ വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാം എന്ന് രാംദേവ് അറിയിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനിടെ ഇത് 2ാം തവണയാണ് ഇത്തരമൊരു സത്യവാങ്മൂലം രാംദേവ് കോടതിയിൽ സമർപ്പിക്കുന്നത്. രാംദേവിന്റെ പരാമർശങ്ങൾ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് 2 കോടി നഷ്ടപരിഹാരം ഹംദർദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരസ്യ പ്രസ്താവനകൾക്ക് രാംദേവ് ഖേദപ്രകടനം നടത്തണമെന്നും വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ നീക്കം ചെയ്യണമെന്നും ഇവർ കോടതിയെ അറിയിച്ചു.